ഇന്ന് നമ്മൾ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വീണാസ് കറിവേൾഡിൻ്റെ 2020 ചലഞ്ച് വീഡിയോ അനൗൺസ് ചെയ്തിരുന്നു. അതിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. നമുക്കിഷ്ടപ്പെട്ട 10 റെസിപ്പീസാണ് ഷെയർ ചെയ്യേണ്ടത്. വീണാസ് കറിവേൾഡ് എന്ന് പറയുന്ന ചാനലിനെ കുറിച്ചോ വീണ ചേച്ചിയെക്കുറിച്ചോ ഒക്കെ ഞാനിനി പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്നതാണ് ആ റെസിപ്പീസിൻ്റെ പെർഫെക്ഷനും അതുപോലെ തന്നെ വീണ ചേച്ചിയുടെ നാടൻ ശൈലിയിലുള്ള സംസാര രീതിയും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞ് ബ്ലാ അടിച്ച് സമയം കളയുന്നില്ല. നമുക്ക് ആ 10 വീഡിയോസ് അഥവാ 10 റെസിപ്പീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിതിൽ ആദ്യമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് വീണ ചേച്ചിയുടെ നൈസ് പത്തിരി റെസിപ്പിയാണ്. ആ റെസിപ്പിയുടെ പെർഫെക്ഷൻ കൊണ്ട് മാത്രമല്ല, ആ വീഡിയോ ആണ് ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു നല്ല ഓർമ്മയാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ആ വീഡിയോ കാണുന്നത്. സാധാരണ അതിന് മുന്നേ വരെ ഞാൻ അങ്ങനെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ആ സമയത്തൊക്കെ ഡാറ്റയൊന്നും ഇത്രയധികം സുലഭമായിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുമ്പോഴും യൂട്യൂബ് അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും ബോറടി മാറ്റാനുമായിട്ട് വെറുതെ ഒന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സജഷൻസിൽ വന്ന ഒരു ഓപ്ഷനാണ് വീണ ചേച്ചിയുടെ നൈസ് പത്തിരി. അപ്പോൾ നൈസ് പത്തിരി എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കത് ഉണ്ടാക്കി നോക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ആ വീഡിയോ വേഗം ക്ലിക്ക് ചെയ്തു. പക്ഷേ അത് കണ്ടു തുടങ്ങിയപ്പോഴാണ് ആ സംസാരത്തിൻ്റെ മാജിക് കൊണ്ട് നമ്മളെ അത് വല്ലാതെ ആകർഷിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ അതുവരെ കണ്ടിരുന്ന കുക്കിംഗ് വീഡിയോസ് എന്ന് പറയുന്നത് സാധാരണ ടി വിയിലൊക്കെയാണ്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ കുക്ക് ചെയ്യുന്ന ആളോട് പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റും തോന്നില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് പരിചയമുള്ള ആരോ അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരാൾ നമ്മളൊരു റെസിപ്പി ചോദിച്ചപ്പോൾ അതെങ്ങനെയാണോ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നത്, അതുപോലെയാണ് വീണ ചേച്ചി അത് പറഞ്ഞു തരുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരുമ്പോൾ നമുക്കത് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്ക് പോലും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് സക്സസ്ഫുള്ളാക്കി മാറ്റാനും സാധിക്കും. നൈസ് പത്തിരിയുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ റെസിപ്പി വളരെ സിമ്പിളാണ്. പക്ഷേ അതുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ അളവുകളൊക്കെ കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ പൊടി നന്നായിട്ട് വെന്ത് കിട്ടില്ല. അതുപോലെ തന്നെ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ സോഫ്റ്റ്നെസ്സും കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും ശരിയാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ കൃത്യമായിരിക്കണം. അത് വീണ ചേച്ചിയുടെ വീഡിയോയിൽ കറക്റ്റ് ടേബിൾ സ്പൂൺ കണക്ക് വരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ പോലും നമുക്കത് സക്സസ്ഫുള്ളായിട്ട് കിട്ടും. ഞാൻ ഉണ്ടാക്കിയപ്പോഴും അത് നല്ല സക്സസ്ഫുള്ളായിട്ട് തന്നെ എനിക്കത് കിട്ടി. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കണ്ട വീഡിയോ ആയിരുന്നതുകൊണ്ടും ആദ്യമായിട്ട് കണ്ട വീഡിയോ ആയിരുന്നതുകൊണ്ടും എനിക്കതൊരു പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റെസിപ്പി ആദ്യം ഷെയർ ചെയ്തത്. ഇനി അടുത്ത റെസിപ്പി ഏതാണെന്ന് നോക്കാം. അടുത്ത റെസിപ്പി പത്തിരി പോലെ തന്നെ വേണ്ട രീതിയിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ പാളിപ്പോയേക്കാവുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഇടിയപ്പം എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. പക്ഷേ നല്ല സോഫ്റ്റായിട്ട് അത് കിട്ടാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാനുള്ള ചില ടിപ്സ് കൂടി വീണ ചേച്ചി അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പകുതി തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടിയപ്പം കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും, കുറച്ചുകൂടി സോഫ്റ്റായിട്ട് നമുക്കത് കിട്ടും എന്നുള്ളതാണ്. എനിക്കും അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടാണ് അത് കിട്ടിയത്. കാരണം അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കത് വെറുതെ കഴിക്കാൻ തന്നെ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിന് കറിയൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഈ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ് നമ്മുടെ എഗ് റോസ്റ്റ്. അതാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അടുത്ത റെസിപ്പി. ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ എന്താ ഇത്ര വലിയ പ്രയാസമെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ വീണ ചേച്ചിയുടെ ഈ റെസിപ്പി വളരെ സ്പെഷ്യലാണ്. കാരണം അതിനൊരു സ്പെഷ്യൽ ഫ്ലേവറാണുള്ളത്. അത് പ്രധാനമായിട്ടും അതിൽ കുറച്ച് ഇഞ്ചി, കുരുമുളക്, അതുപോലെ തന്നെ പെരുംജീരകം, ഇതൊക്കെ നന്നായിട്ട് ചതച്ച് ചേർക്കുന്നുണ്ട്. അതിടുമ്പോൾ ആ കറിക്കൊരു പ്രത്യേക ഫ്ലേവറാണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റണം. അതുപോലെ തന്നെ അതിന് കുറച്ചൊന്ന് മുരിഞ്ഞൊക്കെ വന്നാൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വീണ ചേച്ചിയുടെ വീഡിയോസിൽ വീണ ചേച്ചി ഒരു തരത്തിലും ടേസ്റ്റിൽ കോംപ്രമൈസ് ചെയ്യാത്ത ആളാണെന്ന് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. കാരണം സമയമെടുത്ത് കുക്ക് ചെയ്താലും ശരി, നമ്മൾ ആ ടേസ്റ്റിൽ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രുചിയിൽ ആ വിഭവം എത്തുള്ളൂ എന്ന് പറയുന്ന കാര്യം ഞാൻ പഠിച്ചത് വീണ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ്. അപ്പോൾ സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എഗ് റോസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ മലയാളികൾക്ക് എത്രയൊക്കെ മോഡേൺ റെസിപ്പീസ് ട്രൈ ചെയ്താലും നാടൻ രുചികളോടുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പോൾ അതുപോലൊരു കാര്യമാണ് ചമ്മന്തി എന്ന് പറയുന്നത്. പലതരം ചമ്മന്തികൾ നമുക്കുണ്ട്. അതിൽ എൻ്റെ ഫേവറേറ്റാണ് ചുട്ടരച്ച ചമ്മന്തി എന്ന് പറയുന്നത്. വീണാസ് കറിവേൾഡിൽ തന്നെ പലതരം ചമ്മന്തികളുടെ റെസിപ്പീസ് ചേച്ചി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിലൊന്നാണിത്. നല്ല മഴയും തണുപ്പൊക്കെ ഉള്ള സമയത്ത് രാത്രി കഞ്ഞി കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ചുട്ടരച്ച ചമ്മന്തി എന്ന് പറയുന്നത്. കഞ്ഞി, ചെറുപയർ, പപ്പടം, ചുട്ടരച്ച ചമ്മന്തി എന്നൊക്കെ പറയുന്നത് നല്ല ക്ലാസിക് കോമ്പിനേഷൻ അല്ലേ? നമുക്ക് പരിചയമുള്ള റെസിപ്പി ആണെങ്കിലും വലിയ പുതുമയൊന്നുമില്ലാത്ത റെസിപ്പി ആണെങ്കിലും വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഇതെൻ്റെ ഫേവറേറ്റ് ആയത്. വീണാസ് കറിവേൾഡിൻ്റെ പ്രത്യേകത ഇതൊക്കെ തന്നെയാണ്. ഇതുപോലുള്ള നാടൻ റെസിപ്പീസ് ഒരുപാടുണ്ട് വീണ ചേച്ചിയുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് പഴയകാല ഓർമ്മകളൊക്കെ തരുന്ന ഈ ചമ്മന്തിയുടെ റെസിപ്പി കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. പിന്നെ പായസം കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട റെസിപ്പിയായ പാലടയാണ് നമ്മുടെ അടുത്ത ഫേവറേറ്റ് റെസിപ്പി. പാലട എന്ന് പറയുമ്പോൾ വീണാസ് കറിവേൾഡിൽ സാധാരണ പാലട പായസം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിൽ പാലട പായസവും വീണ ചേച്ചി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവിൽ പാലടയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. സാധാരണ പാലടയും പെർഫെക്റ്റ് ആണ്, പക്ഷേ അവിൽ പാലട എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ അല്ലേ? അതിൽ നമുക്ക് അടയുടെ ഒന്നും ആവശ്യമില്ല. എങ്കിലും അട പായസത്തിൻ്റെ അതേ ടേസ്റ്റിൽ, അതായത് പാലട പായസത്തിൻ്റെ അതേ പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. കുക്കറിലായതുകൊണ്ട് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ടും. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് വേറൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനുള്ള ഇൻസ്പിറേഷൻ കൂടിയായിരുന്നു. അതായത് നമ്മൾ അവിൽ വെച്ച് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതേ റെസിപ്പി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് കൊണ്ടും ചെയ്യാം എന്ന് എനിക്ക് തോന്നിയത് വീണ ചേച്ചിയുടെ ഈ റെസിപ്പി കണ്ടിട്ടാണ്. അങ്ങനെ ഞാനത് അവിൽ കൊണ്ടും അതുപോലെ തന്നെ ബസ്മതി റൈസ് കൊണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടും നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്. അട കൊണ്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെയുള്ള രുചിയിൽ നമുക്കത് കിട്ടും. ഒരുപാട് സമയവും വേണ്ട, നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീണ ചേച്ചിയുടെ അവിൽ പാലട കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ടു നോക്കുക. അതുപോലെ തന്നെ ബസ്മതി റൈസ് കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ബസ്മതി റൈസ് കൊണ്ടുള്ള പാലട പായസവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് നമ്മുടെ വീണ ചേച്ചിയുടെ ഏറ്റവും ഹിറ്റായിട്ടുള്ള റെസിപ്പിയാണ് നാടൻ കേരള സാമ്പാർ. ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നാടൻ കേരള സാമ്പാറിൻ്റെ റെസിപ്പിയല്ല. അത് ഓഫ് കോഴ്സ് നല്ല കിടു റെസിപ്പിയാണ്. പക്ഷേ അതിനേക്കാൾ കിക്കിടു റെസിപ്പിയാണ് നാടൻ സാമ്പാർ ഉണ്ടാക്കാനുള്ള സാമ്പാർ പൊടി എന്ന് പറയുന്നത്. സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് ഇത്രയും മെനക്കെട്ടേണ്ട ആവശ്യമുണ്ടോ? സാമ്പാർ പൊടി കടയിൽ നിന്ന് വാങ്ങിച്ചാൽ പോരെ എന്ന് ചോദിച്ചേക്കാം. നല്ല ചോദ്യം തന്നെയാണ്. മിക്കവാറും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ വല്ലപ്പോഴുമെങ്കിലും നല്ല ഒത്തൻറ്റിക് ടേസ്റ്റിൽ സാമ്പാർ കഴിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ കേരള സാമ്പാർ ഉണ്ടാക്കാനുള്ള സാമ്പാർ പൊടിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ആ രുചിയും മണവും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടി ഇട്ടുണ്ടാക്കിയാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴുമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ സാമ്പാർ പൊടിയൊക്കെ ചേർത്തിട്ട് വീണ ചേച്ചിയുടെ കേരള നാടൻ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മടിയന്മാർക്ക് പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റമാണ് ബോംബെ ഹൽവ. ബോംബെ ഹൽവ എന്ന് പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റെസിപ്പിയാണെന്ന്. അങ്ങനെയൊന്നുമല്ല, ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വീണ ചേച്ചിയുടെ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ മധുരത്തിൻ്റെ കാര്യം വീണച്ചേച്ചി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മധുരം അധികം ഇഷ്ടമില്ലാത്തവർ കുറച്ച് ചേർത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം മധുരം ചേർക്കാണ്ടാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്കത് പാകത്തിനാണ് കിട്ടിയത്. കാരണം എനിക്കും അധികം മധുരം ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനനുസരിച്ചിട്ട് കുറവ് ചേർത്തത്. നല്ല കറക്റ്റായിട്ട് കിട്ടി. കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഹൽവയുടെ പാകം അറിയാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പിടിച്ച് നോക്കാം എന്നൊക്കെ വീണ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ നല്ല ടിപ്പാണ്. കാരണം ബിഗിനേഴ്സിന് പോലും നല്ല ഈസി ആയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാനും അതിൻ്റെ റിസൾട്ട് നല്ല ബെസ്റ്റായിട്ട് കിട്ടാനും അത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് മസാല ടീ. മസാല ടീയുടെ റെസിപ്പി ഫേവറേറ്റ് ആവാൻ കാരണം എന്ന് പറയുന്നത് എനിക്ക് ചായ കുടിക്കാനായിട്ട് അത്ര ഇഷ്ടമില്ല. പക്ഷേ മസാല ടീ ട്രൈ ചെയ്തപ്പോൾ അതിൽ നമ്മൾ പാകത്തിന് ചേർക്കുന്ന മസാലയുടെ ആ ഫ്ലേവറും ഉണ്ട്. നമുക്ക് ആ പാലിൻ്റെ ടേസ്റ്റൊന്നും അത്രയ്ക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായ കുടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും എനിക്ക് ഈ ടീ ട്രൈ ചെയ്തപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മസാല ടീ ഫേവറേറ്റ് ആയത്.
ഇടേണ്ട മസാലയുടെ അളവൊക്കെ വീണ ചേച്ചി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മസാലയുടെ ഫ്ലേവർ ഒരുപാടായി കഴിഞ്ഞാൽ നമുക്കത് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായിട്ട് അറിയാനായിട്ട് വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഉണ്ണിയപ്പത്തിനെ കുറിച്ചാണ്. പഴം ചേർത്തും ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്, അല്ലാതെ ഉണ്ടാക്കാറുണ്ട്. വീണാസ് കറിവേൾഡിലും ഈ 2 റെസിപ്പീസും ഉണ്ട്. ഞാനിതിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് പഴം ചേർക്കേണ്ടാത്ത ഉണ്ണിയപ്പമാണ്. പഴം ചേർത്ത് പച്ചരിയൊക്കെ അരച്ചുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിന് ഒരു സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റും ഒരു സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ട്. പക്ഷേ വീണ ചേച്ചി ഷെയർ ചെയ്തിട്ടുള്ള ഈ 2ാമത്തെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയും കിടു റെസിപ്പി തന്നെയാണ്. കാരണം അതിൻ്റെ ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരുപാട് സോഫ്റ്റ് അല്ല, പക്ഷേ അതിൻ്റെ പുറം ക്രിസ്പിയാണ്, ഉള്ളിൽ സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പോൾ ആ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മടിയുള്ളവർക്ക് ഇഷ്ടമായിരിക്കും. കാരണം അത്ര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, പക്ഷേ നല്ല രുചിയുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അധികം മെനക്കെടൊന്നുമില്ലാണ്ട് പെട്ടെന്നൊരു ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആശ്രയിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് വീണ ചേച്ചിയുടെ പഴം ചേർക്കാത്ത ഉണ്ണിയപ്പം. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പാകത്തിന് മധുരമൊക്കെ ചേർത്തിട്ട് നല്ല വെളിച്ചെണ്ണയിൽ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി അവസാനമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതും വീണ ചേച്ചിയുടെ ഒരു ഹിറ്റ് റെസിപ്പിയാണ് ചപ്പാത്തി. സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന മെത്തേഡിലല്ല ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിരിക്കും. വെള്ളത്തിലേക്കാണ് പൊടി ചേർക്കുന്നത്. നമ്മളെല്ലാവരും സാധാരണ പൊടിയിലേക്കാണ് വെള്ളം ഒഴിക്കാറുള്ളത്. അപ്പോൾ വീണ ചേച്ചി പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കത് കുഴച്ചെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. സാധാരണ ചെയ്യുന്നതിൻ്റെ പകുതി സമയം കൊണ്ട് നമുക്കത് ഈസി ആയിട്ട് പൊടി നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് കുഴച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സമയവും ലാഭിക്കാം, അതുപോലെ തന്നെ നമുക്ക് അത്രയും എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ എടുക്കുന്ന വെള്ളവും പൊടിയും അതിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെത്രയാണെന്ന് കൃത്യമായിട്ട് ആ വീഡിയോയിൽ നന്നായിട്ട് വീണ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും എഫേർട്ട് ഇല്ലാണ്ട് ഈസി ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ റെസിപ്പി വളരെ സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും അതിൽ പറയുന്ന ടിപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് ആ എൻഡ് റിസൾട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ചപ്പാത്തി അതുപോലെയാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും അതുപോലെ തന്നെ ഈസി ആയിട്ട് പരത്തിയും കുഴച്ചൊക്കെ എടുക്കാനായിട്ടും ഉള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് വീണ ചേച്ചി ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി തന്നെ കിട്ടും. പലരും സാധാരണ ഉണ്ടാക്കാറുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ് ചപ്പാത്തി. അതെങ്ങനെ എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് വീണ ചേച്ചി ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വീണാസ് കറിവേൾഡിൽ വളരെ സ്പെഷ്യലി ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള 10 റെസിപ്പീസ്. വേറെയും ഒരുപാട് റെസിപ്പീസ് വീണാസ് കറിവേൾഡിലുണ്ട്, വെജും നോൺ വെജും ഒക്കെ ഉണ്ട്. അതിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ഈ 10 ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വ്യൂസിനെ ബേസ് ചെയ്തിട്ട് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വിൻ ചെയ്യാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. ഒന്നുകിൽ സബ്സ്ക്രൈബേഴ്സ് വേണമായിരുന്നു, അല്ലെങ്കിൽ ആദ്യമേ വീഡിയോ പോസ്റ്റ് ചെയ്യണമായിരുന്നു. ഇത് രണ്ടും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ചാലഞ്ച് എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ അതിനെ ചാലഞ്ച് എന്ന് വിളിക്കുക. അങ്ങനെ ചെയ്ത് നോക്കിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ വേറെ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.